ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വാട്സപ്പിൻ്റെ ഒരു പുതിയ ഫീച്ചർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം പലപ്പോഴും വാട്സപ്പ് തുറക്കുമ്പോൾ നമ്മൾ തന്നെ പറയണ്ട, ഒരുപാട് മെസ്സേജസ് വന്നു, ഈ മെസ്സേജ് നിറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഫോണ് സ്ലോ ആകുന്നുണ്ട്, ഇനി ഓരോന്നും ഞാനെടുത്ത് ക്ലിയർ ചാറ്റ് അടിക്കണം, ഇത് ഓരോ മെസ്സേജസും ഞാനിനി എടുത്ത് ഡിലീറ്റ് ചെയ്യണം, എന്തൊരു പ്രയാസമാണെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ആ പ്രയാസങ്ങൾക്കെല്ലാം ഒരു വിരാമം ഇടാൻ വേണ്ടിയിട്ട് വാട്സപ്പ് പുതിയൊരു ഫീച്ചർ പുറത്തിറക്കിയിരിക്കുകയാണ്. ഡിസപ്പിയറിംഗ് മെസ്സേജ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫീച്ചർ പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 7 ദിവസം കൂടുമ്പോഴും ഈ മെസ്സേജസ് ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ പേടിക്കണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യരുത് എന്ന് വിചാരിച്ച മെസ്സേജസ് ഒന്നും ഡിലീറ്റ് ആയി പോവുകയില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതാണോ നമുക്ക് അങ്ങനെ ഒരാഴ്ച കൂടുമ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ട ആ ചാറ്റ്, അത് ഇൻഡിവിജ്വൽ ചാറ്റ് ആവാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ചാറ്റ് ആവാം. അപ്പോൾ വ്യക്തിഗത ചാറ്റ് ആണെങ്കിലും ശരി, ഇനി ഗ്രൂപ്പ് ചാറ്റ് ആണെങ്കിലും ശരി, ഏതാണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ആ മെസ്സേജ്, ആ ഒരു പെർട്ടിക്കുലർ ആ ചാറ്റ് എടുത്തിട്ട് ആ ചാറ്റിൽ മാത്രമാണ് നമ്മൾ ഈ സെറ്റിങ്സ് ആക്റ്റീവ് ആക്കേണ്ടത്. അതായത് മൊത്തം വാട്സപ്പിനുള്ളൊരു സെറ്റിങ്സ് അല്ലാതെ ഓരോ പെർട്ടിക്കുലർ ചാറ്റിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണ്. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്ക് ഏതെങ്കിലും ഒക്കെ ഒരു ചാറ്റ് ചിലപ്പോൾ തുടർന്ന് അല്ലെങ്കിൽ മുമ്പുള്ള മെസ്സേജസ് നമുക്ക് എപ്പോഴും എടുത്ത് നോക്കേണ്ട ഒരു ആവശ്യമൊക്കെ ഉള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ചാറ്റുകൾ ഒഴിവാക്കാത്തതാണ് നല്ലത്. എന്നാൽ ചില ചാറ്റുകൾ നമുക്ക് അത്ര ഒരു ആവശ്യമില്ലാത്തതാണെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു ഉദാഹരണത്തിന്, ഇന്ന് നമ്മൾ ഒരാൾക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആ ചാറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഓട്ടോ ഡിലീറ്റ് ഫംഗ്ഷൻ നമ്മൾ ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫംഗ്ഷന് ആക്റ്റീവ് ആവണം അല്ലെങ്കിൽ ആക്റ്റീവ് ആവുന്നത് എങ്ങനെയാണ്, ഇന്ന് അയച്ച മെസ്സേജ് ഒരാഴ്ച കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഡിലീറ്റ് ആയി പോകും എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു ഫീച്ചറാണ്. നിലവിൽ ഇത് വാട്സപ്പിൽ അപ്ഡേറ്റിൽ വന്നിട്ടില്ല, പക്ഷേ ഇന്നൊക്കെ എത്തും എന്നുള്ള ഒരു സംസാരം വാട്സപ്പിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരുന്നു. വാട്സപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊരു 7 ഡേ ഒരു പോളിസി ആയിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നത്, ഞങ്ങളിത് ഇന്ന ഉദ്ദേശങ്ങളാണ് ഇതുകൊണ്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ സ്റ്റാർട്ട് ചെയ്ത ഒരു FAQ ഏരിയയിൽ അവർ തന്നെ റെസ്പോൺസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ തന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിൽ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് തന്നെ ഇട്ട ഒരു റെസ്പോൺസ് വെച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ലഭിച്ചത്. ഒരു ബീറ്റ വേർഷനിലൂടെ ഏകദേശം ഇതിന് സമാനമായിട്ട് ഇതൊന്ന് പരീക്ഷണാർത്ഥത്തിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എന്തായാലും iOS-ലേക്കും ആൻഡ്രോയിഡിലേക്കും അതുപോലെ തന്നെ ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള iOS-ലേക്കും എല്ലാം ഇത് ഉടൻ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല നമ്മുടെ കമ്പ്യൂട്ടർ വഴിയുള്ള, അതായത് ഡെസ്ക്ടോപ്പ് വാട്സപ്പിലേക്കും ഈ ഫീച്ചർ ഉടൻ തന്നെ എനേബിൾ ചെയ്യും എന്നാണ് വാട്സപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാൻ, കാരണം നല്ലൊരു ഫീച്ചറാണ്. എന്തായാലും ഈ ഫീച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക ഓപ്ഷനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ തന്നെ ബ്ലോഗിലിട്ടിട്ടുണ്ട്. ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം, എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. കാരണം കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഉണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അതിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു അപ്ഡേറ്റുമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.